ഹായ് ഫ്രണ്ട്സ്, സ്ക്രാപ്പിൽ നിന്ന് നമുക്കൊരു അടിപൊളി സോളാർ സിസ്റ്റം ഉണ്ടാക്കിയാലോ. അത് വെച്ച് നമ്മുടെ വീട്ടിലത്തെ ലൈറ്റുകളെല്ലാം തെളിക്കുന്ന രീതിയിൽ. ഫ്രണ്ട്സ്, ഈ കാണുന്ന സോളാർ പാനൽ നമ്മൾ അടുത്തുള്ള ആക്രിക്കടയിൽ നിന്നും വെറും 180 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇത് 50 വാട്ട്സിൻ്റെ സോളാർ പാനലാണ്. സ്ക്രാപ്പിൽ നിന്നൊക്കെ നമ്മൾ പഴയ സോളാർ പാനൽ വാങ്ങുമ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. ഫ്രണ്ട്സ്, നമ്മൾ വാങ്ങിയ സോളാർ പാനലപ്പടി ചെളിയെല്ലാം പിടിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലത്തെയൊക്കെ പഴയ സോളാർ പാനൽ വാങ്ങാൻ വേണ്ടി നമ്മൾ ആക്രിക്കടയിൽ പോകുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്ററിൻ്റെ കൂടെ കാറിൻ്റെയൊക്കെ ബ്രേക്ക് ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബ് കൂടി കൊണ്ടുപോകണം. നമ്മൾ വാങ്ങുന്ന സോളാർ പാനൽ നല്ല വെയിലത്ത് വെച്ച് ബൾബിലേക്ക് കണക്ട് ചെയ്ത് നോക്കണം, ബൾബ് കത്തണുണ്ടോയെന്ന്. എന്നിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. നമ്മൾ വാങ്ങിയ ഈ പാനൽ 12 വോൾട്ട് 50 വാട്ട്സിൻ്റെ പാനലായിരുന്നു. നമ്മുടെ പാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം 2 വയറുകൾ കണക്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഈ പാനലിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് നെഗറ്റീവും എല്ലാം മാർക്ക് ചെയ്തെല്ലാം മാഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്താണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഈ പാനലിലേക്ക് വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ തീരെ കുറഞ്ഞ വയറുകൾ ഇടരുത്, അത്യാവശ്യം ഗേജ് കൂടിയ വയറുകൾ ഇടണം. നമ്മുടെ പാനലിലേക്ക് കേബിൾ കണക്ട് ചെയ്ത ശേഷം പാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വാഹനങ്ങളുടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് തെളിയുമെന്ന് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ ബൾബ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തെളിയുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് വേണ്ട PWM സോളാർ ചാർജ് കൺട്രോളറാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 398 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. ഈ സോളാർ ചാർജ് കൺട്രോളർ 20 ആംപിയറിൻ്റെ ആയിരുന്നു. നമ്മൾ വാങ്ങിയ സോളാർ ചാർജ് കൺട്രോളിൽ തന്നെ 2 USB പോർട്ടും ഉണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി. പിന്നെ കൂടാതെ അതിൽ തന്നെ ഒരു ഡിസ്പ്ലേയും ഉണ്ട്. നമ്മുടെ സോളാർ ചാർജ് കൺട്രോളിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന യൂസേഴ്സ് മാനുവൽ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. ഈ 12 വോൾട്ടിൻ്റെ ബാറ്ററി സെറ്റ് ഉണ്ടാക്കിയത് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾ വെച്ചാണ്. ഇതുപോലത്തെ ലിഥിയം ബാറ്ററി പഴയത് മേടിക്കാൻ വേണ്ടി ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യണോടത്ത് എന്ന 6 ഒരു സെറ്റ് 35 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ സോളാർ പാനലാണ് ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തായിരുന്നു, ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി. സോളാർ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഫിറ്റ് ചെയ്യണം. ഇതുപോലത്തെ 12 വോൾട്ട് 50 വാട്ടിൻ്റെയൊക്കെ പുതിയ സോളാർ പാനൽ വാങ്ങാനാണെങ്കിൽ റേറ്റ് കിടക്കുന്നത് 2300 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 3 LED ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ബോക്സിൽ 5 സ്വിച്ച് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതിൽ 3 സ്വിച്ച് LED ലൈറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയും പിന്നെ 2 സോളാറിൽ നിന്ന് തന്നെ ലൈനിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാൻ വേണ്ടിയും. സ്വിച്ച് ബോക്സ് നമുക്ക് ആദ്യം ഫിറ്റ് ചെയ്തെടുക്കാം. സോളാറിൻ്റെ ലൈനിലും ഇതുപോലത്തെ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഈ സോളാർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഓയിൽ മില്ലുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തെ ലൈറ്റെല്ലാം സോളാറിൽ നിന്ന് തെളിക്കാൻ പാകത്തിനാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മളില്ലാത്ത സമയത്താണെങ്കിലും ലൈറ്റ് തെളിക്കണമെങ്കിൽ ടൈമർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ലിഥിയം ബാറ്ററി പഴയത് വാങ്ങാൻ വേണ്ടി ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യണോടത്ത് ചെന്നാലും കൂടുതലും ഇപ്പോൾ കിട്ടുന്ന ഫ്ലാറ്റ് ടൈപ്പ് ബാറ്ററിയാണ്. അത് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സ്വിച്ച് ബോക്സിൻ്റെ താഴെയായിട്ട് സോളാർ ചാർജ് കൺട്രോളിലും ഫിറ്റ് ചെയ്തെടുക്കാം. അത് ഫിറ്റ് ചെയ്യാനും ഹോൾ ഇട്ട ശേഷം ഗ്രിപ്പ് വെച്ച് നമുക്ക് സ്ക്രൂ ചെയ്തെടുക്കാം. സോളാർ ചാർജ് കൺട്രോളിന് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 സൈഡിൽ 2 സ്ക്രൂ ചെയ്താലും മതി. പഴയ ലാപ്ടോപ്പിൻ്റെ ഫ്ലാറ്റ് ടൈപ്പ് ബാറ്ററി വെച്ചുള്ള 12 വോൾട്ടിൻ്റെ ബാറ്ററി സെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. ഈ സോളാർ ചാർജ് കൺട്രോൾ വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ സോളാർ ചാർജ് കൺട്രോളൊക്കെ വീടിൻ്റെ ഔട്ട് സൈഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അധികം വെള്ളമൊന്നും നനയാത്ത സ്ഥലം നോക്കി ഫിറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് സോളാറിൽ നിന്ന് തന്നെ കേബിളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും 2 സ്വിച്ചുകളുടെയും ഓരോ ലെഗുകളിൽ ഫിറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും സോളാർ ചാർജ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്യണം. ഈ ബാറ്ററിയുടെ കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സോളാർ ചാർജ് കൺട്രോളിൽ കറക്റ്റ് മാർക്ക് ചെയ്തേക്കണം പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാത്രമേ കണക്ട് ചെയ്യാവുള്ളൂ, മാറിപ്പോകാതെ. അടുത്തതായിട്ട് സോളാർ ചാർജ് കൺട്രോളിലേക്ക് DC 12 വോൾട്ടിൻ്റെ ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് സോളാറിൽ നിന്ന് വന്ന കേബിളുകളുടെ ഇരുവശങ്ങളിലും ഫിറ്റ് ചെയ്തേക്കുന്ന സ്വിച്ചുകളുടെ 2 ലെഗുകളിൽ നിന്നും 2 വയറുകൾ കണക്ട് ചെയ്ത് നമ്മുടെ സോളാർ ചാർജ് കൺട്രോളിലേക്ക് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ലാസ്റ്റ് ബാറ്ററി ഫിറ്റ് ചെയ്യാനാണെങ്കിൽ സോളാറിൽ നിന്ന് വന്ന കേബിളിൻ്റെ സ്വിച്ചുകൾ 2 ഓഫ് ചെയ്ത ശേഷം മാത്രം ഏറ്റവും അവസാനം ബാറ്ററി ഫിറ്റ് ചെയ്ത ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ആക്കാവുള്ളൂ. ശരിക്കും നമ്മൾ സോളാർ ചാർജ് കൺട്രോളിലേക്ക് ആദ്യം കൊടുക്കേണ്ടത് ബാറ്ററിയാണ്. അതിനുശേഷം ലോഡ് കൊടുത്ത ശേഷം മാത്രമാണ് പാനൽ കൊടുക്കാവുള്ളൂ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ബാറ്ററിയുടെ ഒരു കേബിൾ വിട്ടുപോയായിരുന്നു. അത് സോൾഡർ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് അഴിച്ചെടുത്ത ശേഷം വീണ്ടും ഫിറ്റ് ചെയ്താണ് വീഡിയോയിൽ കാണുന്നത്. ബാറ്ററിയുടെ കേബിളൊക്കെ കൊടുക്കുമ്പോൾ ഒട്ടും ഷോർട്ട് ആകാത്ത രീതിയിൽ നന്നായിട്ട് ഇൻസുലേഷൻ കൊടുത്തിട്ട് കണക്ഷൻ കൊടുക്കണം.
എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പഴയ ലാപ്ടോപ്പ് ബാറ്ററി വെച്ചിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി. അങ്ങനെ അപ്പോൾ 6 എണ്ണം വീതം 3 സെറ്റാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 18 എണ്ണം. ഏകദേശം ഈ ബാറ്ററി 12 AHൻ്റെ അടുത്ത് കിട്ടും. സോളാർ ചാർജ് കൺട്രോളിലേക്ക് ബാറ്ററിയുടെ കേബിൾ കണക്ട് ചെയ്ത ശേഷവും ലോഡിൻ്റെ കേബിൾ കണക്ട് ചെയ്ത ശേഷവും നമുക്ക് പാനലിൽ നിന്നുള്ള കേബിൾ ഓൺ ചെയ്യാം. സോളാർ പാനലിൽ നിന്നുള്ള കേബിളിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും ചാർജ് ആവുന്നത്. സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേ നമുക്ക് എല്ലാം വിശദമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സോളാർ സിസ്റ്റം ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലെ ലൈറ്റിന് നല്ല കിട്ടിയിലും വെട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ DC LED 3 ബൾബിൻ്റെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ എണ്ണം കുറച്ചും കൂടെ കൂട്ടിയ ശേഷം മില്ലിലെ ക്യാമറയെല്ലാം ഈ സോളാറിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടിമിന്നലുള്ള ടൈമിലെല്ലാം ഓഫ് ചെയ്യേണ്ടല്ലോ, ഫുൾ ടൈം നമുക്ക് ഓൺ ആക്കിയിടാൻ സാധിക്കും. ഈ സോളാർ ചാർജ് കൺട്രോളിൻ്റെ പ്രവർത്തനം അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ഈ സോളാർ ചാർജ് കൺട്രോളിൽ 3 സ്വിച്ചുകളാണ് ഉള്ളത്. ഒന്നാമത് കാണിക്കുന്നത് ബാറ്ററി ഫുൾ ചാർജ് വോൾട്ട്, രണ്ടാമത് കാണിക്കുന്നത് ചാർജിങ് റീകണക്റ്റിംഗ് വോൾട്ട്, മൂന്നാമത് കാണിക്കുന്നത് ഡിസ്ചാർജ് കട്ട് ഓഫ് വോൾട്ട്, നാലാമത് കാണിക്കുന്നത് ടൈമർ, അഞ്ചാമത് കാണിക്കുന്നത് ബാറ്ററി മോഡ്. ആദ്യം നമ്മുടെ സോളാർ ചാർജ് കൺട്രോളിൽ ബാറ്ററി കണക്ട് ചെയ്ത ശേഷം ബാറ്ററി മോഡ് ചേഞ്ച് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്യുന്നത് സാധാ ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ B1 കൊടുക്കണം, ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിൽ B2 കൊടുക്കണം, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആണെങ്കിൽ B3 കൊടുക്കണം. ഈ മോഡ് മാറ്റാൻ വേണ്ടി അതിനായിട്ട് ഒന്നാമത്തെ ബട്ടണിൽ B1 വരുന്നവരെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത ശേഷം B1 വന്ന ശേഷം 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. B1 വന്ന ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ പ്ലസ്സിലോ മൈനസിലോ പ്രസ് ചെയ്ത് നമുക്ക് B2യിലേക്ക് ഇടാം. നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് B2യിലേക്ക് ഇട്ട ശേഷം അതിൽ നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. ഇനി അടുത്തതായിട്ട് ബാറ്ററി ചാർജിങ് റീകണക്റ്റ് വോൾട്ട് ഏറ്റവും മാക്സിമം ആക്കിയിടണം. അത് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ബട്ടണിൽ 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ 10.5 എന്ന് കാണിക്കും. 10.5 വന്ന ശേഷം നമുക്ക് ഒന്നാമത്തെ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കണം. 3 സെക്കൻഡ് പിടിക്കുമ്പോഴത്തന്നെ പയ്യെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം പ്ലസ്സിൽ ഏറ്റവും മാക്സിമം ആക്കിയിടണം. മാക്സിമം 12 വരെയാണ് വരുള്ളൂ. അത് വന്ന ശേഷം നമ്മൾ 3 സെക്കൻഡ് കൈ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. ലിഥിയം ബാറ്ററി മാക്സിമം 12.6 വരെയാണ് ചാർജ് ആവുള്ളൂ. അത് ഒന്നാമത്തത് ഓക്കെയാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മൾ ഓക്കെ ആക്കി. ഇനി മൂന്നാമതുള്ളത് കട്ട് ഓഫ് വോൾട്ട്. അതിപ്പോൾ നിലവിൽ കിടക്കുന്നതായാലും മതി. പിന്നെ ഉള്ളത് ടൈമർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ CCTV ക്യാമറയ്ക്ക് ഇങ്ങനെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ടൈമർ വെച്ച് ചെയ്യണില്ല, മാനുവലായിട്ട് ഓൺ ആക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം വെച്ച് രാത്രി മില്ലിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിരുന്ന ബൾബിൻ്റെ വെട്ടമാണ്. നല്ല കിടിലം വെട്ടം തന്നെ ഉണ്ടായിരുന്നു. ഈ സോളാർ ചാർജിങ് കൺട്രോളിൽ തന്നെ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി 2 USB പോർട്ടുമുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ ഇതിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ബൾബെല്ലാം DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബാണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ചെയ്തേക്കാം. USB കണക്ട് ചെയ്ത് ചാർജ് ചെയ്യണ എന്തും നമുക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.